ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വായനാലോകത്തിൻ്റെ കഥാപ്രപഞ്ചത്തിലേക്ക് എൻ്റെ ഏറ്റവും പുതിയ കഥ കേളുഗുഡ്ഡെ തിരഞ്ഞെടുത്തതിൽ വളരെയധികം സന്തോഷം. വായനാലോകത്തിൻ്റെ സാരഥികളോട് ആദ്യം തന്നെ നന്ദി പറയട്ടെ. കേളുഗുഡ്ഡെ എന്ന ഈ കഥ മനോഹരമായിട്ടാണ് പ്രവീജ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാസർഗോഡിൻ്റെ അതിർത്തി ഗ്രാമമായ കേളുഗുഡ്ഡെ പാരിസ്ഥിതിക പ്രശ്നം കൊണ്ട് ഏറെ വീർപ്പുമുട്ടുന്ന ഒരു കൊച്ചു ദേശമാണ്. മാലിന്യ സംസ്കരണത്തിൻ്റെ പേരിൽ ഏറെ ദുരിതം അനുഭവിക്കുന്ന ആ ദേശത്തിൻ്റെ കഥയാണ് ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്. കഥ ഇനിയും തുടരാൻ ഒരുപാട് സ്പേസ് ഉള്ള ഒരു തീമാണ് കേളുഗുഡ്ഡെ, ഒരു പ്രമേയമാണത്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളം അതിഭീകരമായ മാലിന്യ പ്രശ്നം കൊണ്ട് ശ്വാസം മുട്ടുകയാണ്. എത്രയെങ്കിലും പേരുടെ, സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ അത് ബാധിച്ചിട്ടുണ്ട്. സ്വസ്ഥ ജീവിതത്തെ, അവരുടെ ദൈനംദിന പ്രവർത്തനത്തെ, കർമ്മമേഖലയെല്ലാം, ചിന്തകളെ, സ്വപ്നങ്ങളെ എല്ലാം അത് സ്വാധീനിച്ചിട്ടുണ്ട്. ആ വീർപ്പുമുട്ടലിനെതിരെ പോരാടുന്ന ആ കൊച്ചു ഗ്രാമത്തിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവിടുത്തെ മനുഷ്യർ അനുഭവിക്കുന്ന തീവ്രവേദനകളെയാണ് ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ മാലിന്യ പ്രശ്നം എത്രമാത്രം ദുരിതപൂർണമാണ് എന്ന് വളരെ ചെറിയ ഒരു ക്യാൻവാസിൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. കഥ നിങ്ങൾ കേൾക്കുക, വിലയേറിയ നിങ്ങളുടെ ഏറ്റവും വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. കഥയുടെ ഒരു കുഞ്ഞു ക്യാൻവാസിൽ ഒതുങ്ങുന്നതല്ല മാലിന്യ പ്രശ്നം എന്ന് അറിയാം. വലിയൊരു ക്യാൻവാസിലേക്ക് അത് കൊണ്ടുവരാനുള്ള ഒരു ചെറിയ ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രം ഈ കഥയെ കാണണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവമായ അഭിവാദനങ്ങൾ. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം. എം ചന്ദ്രപ്രകാശ് കാസർഗോഡ് ജില്ലയിലെ മൂളിയാർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. അച്ഛൻ കെ മുത്തുനായർ, അമ്മ പി മാധവിയമ്മ. റാസൽ ഖൈമയിലെ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു. വിവിധ മേഖലകളിലായി 32ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. പുഴ മത്സ്യത്തിലേക്കൊഴുകുമ്പോൾ, വാലെ എന്നിവയാണ് പ്രധാന കഥാസമാഹാരങ്ങൾ. സാഹിത്യ അക്കാദമി എൻഡോൺമെന്റ് പുരസ്കാരം, ജാലകം സാഹിത്യവേദി പുരസ്കാരം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ MP കുമാരൻ വിവർത്തന അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചു. 5ഓളം ലഘുചിത്രങ്ങളും 30ഓളം ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തു. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ എം ചന്ദ്രപ്രകാശ് എഴുതിയ കേളുഗുഡെ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എം ചന്ദ്രപ്രകാശ് എഴുതിയ കഥ കേളുഗുഡെ. 1. രാഹുൽ മത്തായി ഒരു ബീഡിയെടുത്ത് ചുണ്ടത്ത് വെച്ചു. അതയാളുടെ ഒരു രീതിയാണ്. അതവിടെ കിടന്ന് കുറേ നേരം ഞെരിപിരി കൊണ്ടതിനു ശേഷമായിരിക്കും തീ പിടിപ്പിക്കുക. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുക തന്നെയില്ല. പറയാനുള്ളതും കേൾക്കാനുള്ളതുമെല്ലാം കഴിഞ്ഞ് അതങ്ങ് തുപ്പിക്കളയും. വീണ്ടും മറ്റൊന്നെടുത്ത് അവിടെ സ്ഥാപിക്കും.
തീപ്പെട്ടി കയ്യിൽ അമർത്തിപ്പിടിച്ചിരിക്കും. നഗരത്തിലെ മാലിന്യക്കൂമ്പാരമാണ് അയാളുടെ വിഷയം. കേളുകുടയിലെ മാലിന്യ നിക്ഷേപം തെല്ലൊന്നുമല്ല അയാളെ അലോസരപ്പെടുത്തുന്നത്. ഫ്ളാറ്റുകൾ കൂണുപോലെ മുളച്ചു പൊങ്ങിയതിനു ശേഷമാണ് ഇവിടെ ഇത്രയും മാലിന്യങ്ങൾ കുന്നുകൂടിയത്. അയാൾ ലാലിനോട് ഒരു സ്വകാര്യം പോലെ പറഞ്ഞു. രാഹുൽ മത്തായിയുടെ സഹായി മാത്രമല്ല, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ലാൽ. ഈ പ്രോജക്റ്റ് നമുക്ക് എളുപ്പത്തിൽ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല രാഹുൽജി. ലാൽ തൊണ്ടയനക്കി. അയാൾക്ക് ആരോടൊക്കെയോ പകയുള്ളതുപോലെ തോന്നി. കേളുകുടയിലെ ഒട്ടും തന്നെ വൃത്തിയില്ലാത്ത വഴികളിലൂടെ നടക്കുമ്പോൾ ലാൽ അയാളുടെ നാട്ടിൻപുറത്തെ വീടിനെക്കുറിച്ചും ആസ്തമയുടെ കുരുക്കിൽപ്പെട്ട് നിർത്താതെ ചുമയ്ക്കുകയും വലിയ ശബ്ദത്തിൽ ശ്വാസം വിടുകയും ചെയ്യുന്ന അമ്മയെക്കുറിച്ചുമോർത്തു. അമ്മയ്ക്ക് രാത്രികളെ പേടിയാണ്. ഇരുട്ടിന്റെ ഓട്ടയിലൂടെ തണുപ്പ് ഇരച്ചു കയറിയെത്തി ശ്വാസകോശങ്ങളെ പൂട്ടിയിടുന്ന ദുസ്വപ്നത്തിൽ അമ്മ ഏങ്ങലടിച്ചു കരയും. മനുഷ്യജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന ഒന്ന് മാതൃസ്നേഹത്താൽ ബന്ധിക്കപ്പെടുന്ന വാത്സല്യത്തിന്റെ ഒരു നിമിഷമാണെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ട്. അത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ മാറിൽ അമർന്നു കിടന്ന് ഇളം ചൂട് നുകർന്ന സുഗതമായ ഓർമ്മ കൂടിയാണ്. ലാൽ, നാളെ നമുക്ക് ഒരിടം വരെ പോകണം, രാഹുൽ മത്തായി പറഞ്ഞു. രാവിലെ 9 മണിയാകുമ്പോൾ നീ ഫ്ളാറ്റിൽ വരൂ. നമുക്ക് എന്റെ കാറിൽ പോകാം. ശരി എന്ന് തല കുലുക്കുമ്പോഴും എവിടേക്കെന്ന് ലാൽ ചോദിച്ചില്ല. കേളുകുടയിലെ അതിപുരാതനമായ ശിവക്ഷേത്രത്തിലേക്കാവും ആ യാത്രയെന്ന് എന്തുകൊണ്ടോ അയാൾക്ക് തോന്നി. 2000-ലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു അഘോര ശിവക്ഷേത്രമാണ്. മതിലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് അകത്തേക്കുള്ള വഴി തന്നെ തടയപ്പെട്ട ക്ഷേത്രത്തിൽ വർഷങ്ങളായി പൂജയോ ഉത്സവങ്ങളോ നടക്കാറില്ല. ചുറ്റും കാടാണ്. സൂര്യപ്രകാശം പോലും ഒളിച്ചുകടക്കാൻ ഭയക്കുന്ന കറുത്ത കാട്. കേളുകുടയിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സർക്കാർ കണ്ടുപിടിച്ച സ്ഥലമാണ്. മുമ്പൊരിക്കൽ ലാൽ രാഹുലിനൊപ്പം അവിടെ പോയിട്ടുണ്ട്. തീർത്തും ഭയാനകമായ അന്തരീക്ഷമാണ്. അകത്തേക്കുള്ള ഒറ്റയടിപ്പാത മുഴുവനായും കമ്മ്യൂണിസ്റ്റ് പച്ചകൾ വളർന്ന് അടഞ്ഞതുപോലെയാണ്. അവ വകഞ്ഞു മാറ്റി വേണം അകത്ത് കടക്കാൻ. അകത്തെത്തിയാൽ ഭൂമിയുമായുള്ള ബന്ധം പൂർണ്ണമായും നഷ്ടമായ മറ്റൊരു ലോകം. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിലെ ഏറെ പഴക്കമുള്ള ഓടുകൾ പലതും സ്ഥാനം തെറ്റിയാണ്. ശ്രീകോവിൽ മാത്രം വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. വർഷങ്ങളായി പൂജ നടക്കാത്ത ശിവലിംഗവും തിളക്കത്തോടെ നിൽക്കുന്നു. ശിവഗണങ്ങൾ വന്ന് ശ്രീകോവിലും പ്രതിഷ്ഠയും കാത്തുവയ്ക്കുന്നു എന്നാണ് ആളുകളുടെ വിശ്വാസം. അതുകൊണ്ടാവാം സന്ധ്യ കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് പോകാറില്ല. ചില രാത്രികളിൽ ശിവതാണ്ഡവത്തിന്റെ വലിയ ശബ്ദകോലാഹലങ്ങൾ അവിടെ നിന്ന് ഉയരാറുണ്ടെന്നാണ് ചിലർ പറയുന്നത്. ഭൂതഗണങ്ങളുടെ അട്ടഹാസവും അലർച്ചയും കാതുപൊട്ടുന്ന മണിയടിയൊച്ചയും ചെണ്ടയുടെ മുഴക്കവും ഒക്കെ ഉണ്ടാവുമത്രേ. 2. പിറ്റേന്ന് രാവിലെ 9 മണിക്കു തന്നെ ലാൽ രാഹുൽ മത്തായിയുടെ ഫ്ളാറ്റിലെത്തി. ലില്ലിച്ചേച്ചി ഉണ്ടാക്കിയ ചൂട് പുട്ടും കടലയും കഴിക്കുന്നതിനിടയിൽ ലാൽ രാഹുലിനോട് ചോദിച്ചു, ക്ഷേത്രത്തിലേക്കല്ലേ നമ്മുടെ യാത്ര? അല്ല. പിന്നെ? ലാലിനെ ആകാംക്ഷയായി. രമേഷ് പൂജാരിയുടെ വീട്ടിലേക്ക്. ലാലിനെ രമേഷ് പൂജാരിയെ അറിയാം. മുമ്പ് അഘോരശിവനെ പൂജയർപ്പിച്ചിരുന്ന ബായണ്ണ പൂജാരിയുടെ മകനാണ്. കേളുകുടയിലെ മാലിന്യ സംസ്കരണ പദ്ധതിയെ എതിർക്കുന്ന ജനകീയ സമിതിയുടെ നേതാവാണ്. പുതിയ ആശയവും കാഴ്ചപ്പാടുമുള്ള ചെറുപ്പക്കാരൻ. മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിസിൻ പഠനം പാതി വഴിക്കുപേക്ഷിച്ച് കേളുകുടയിലെ പാവം മനുഷ്യർക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ച രമേഷിനെ ലാലിനെ ഇഷ്ടവും ബഹുമാനവുമാണ്. മഴ പെയ്തു കുതിർന്ന ചെളിപ്പാതയിലൂടെ രമേഷിന്റെ പഴയ ഓടിട്ട 2 നിലയുള്ള തറവാട്ടിലെത്തിയപ്പോൾ 10 മണി കഴിഞ്ഞിരുന്നു. നീണ്ട ഇടനാഴയുള്ള വീടിന്റെ തിണ്ണയിൽ രമേഷിന്റെ അനുയായികളായ കുറെ ചെറുപ്പക്കാർ ഇരിപ്പുണ്ടായിരുന്നു. രമേഷ് രാഹുൽ മത്തായിയെയും ലാലിനെയും മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി.
കുറച്ച് ശർക്കര വെള്ളം കുടിച്ചിട്ട് നമുക്ക് മിണ്ടാം, രമേശ് പറഞ്ഞു. അതൊരു സൽക്കാര രീതിയാണ്. ശർക്കര ചേർത്ത പച്ചവെള്ളം കുടിച്ചാൽ നടന്നു വന്ന ക്ഷീണം മാറുമെന്ന വിശ്വാസം. ആവട്ടെ, രാഹുൽ ചിരിച്ചു. സൽക്കാരത്തിന് ശേഷം രമേശ് വിഷയത്തിലേക്ക് വന്നു. സാറന്മാരെ, നിങ്ങളെ പ്രോജക്റ്റിനെ സ്വീകരിക്കാനേ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ചുനേരം രാഹുൽ ഒന്നും മിണ്ടിയില്ല. പിന്നെ പതുക്കെ എഴുന്നേറ്റ് രമേശിന്റെ തോളിൽ കൈവച്ച് പറഞ്ഞു, ഞാനും ഈ പ്രോജക്റ്റിനെ അംഗീകരിക്കുന്നില്ല. രമേശ് വിശ്വസിക്കാനാവാത്തതുപോലെ രാഹുലിന്റെ മുഖത്തു നോക്കി. ലാലും, കേളുകുടയിൽ മാലിന്യ സംസ്കരണം നടപ്പിലാക്കാൻ സർക്കാർ നിയോഗിച്ച വലിയ ഉദ്യോഗസ്ഥനായ രാഹുൽ സർക്കാർ പദ്ധതിയെ അട്ടിമറിക്കുകയോ? ലാലിനെ ഒന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾക്കൊപ്പം ഞാനുമുണ്ട്. കേളുകുടയിലെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത പാവങ്ങൾക്കൊപ്പമാണ് ഞാൻ. സർക്കാർ ദത്തെടുക്കേണ്ട ഒരു ഗ്രാമമാണിത്, അല്ലാതെ വിഷം നിറച്ച് കൊല്ലാനുള്ളതല്ല. രമേശിന്റെ കണ്ണ് ആർദ്രമാകുന്നത് ലാൽ കണ്ടു. അയാൾ രാഹുലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളാണ് ഒരു പച്ച മനുഷ്യൻ, ഇപ്പോ ഞങ്ങളുടെ നേതാവ്. ആ വാക്കുകൾ വിറയലോടെ വിതുമ്പി. ലാലിനും രാഹുലിന്റെ മനസ്സാണ്. എങ്കിലും അയാൾ രാഹുലിനെ ഓർമ്മപ്പെടുത്തി. രാഹുൽജി, കളക്ടറോട് നമ്മൾ എന്തു പറയും? ലാലിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാഹുൽ പറഞ്ഞു, എന്റെ രാജിക്കത്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞു ലാൽ. ആ ഘോരശിവന്റെ മണ്ണ് മലിനമായിക്കൂടാ, മനുഷ്യരുടെ മനസ്സും. അച്ഛനെ കാണണ്ടേ നിങ്ങക്ക്? രമേശ് ചോദിച്ചു. വേണം. എന്റെ തീരുമാനം അദ്ദേഹത്തിന് സന്തോഷമാകും, രാഹുൽ പറഞ്ഞു. ശരീരം മുഴുവനായും തളർന്ന് താഴത്തെ മുറിയിൽ കിടക്കുന്ന ബായണ്ണ പൂജാരിയെ കണ്ടപ്പോൾ രാഹുൽ വേദനയോടെ പറഞ്ഞു, ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൂജാരി. അത് കേട്ടാവണം പ്രസാദമധുരമായ ഒരു ചെറുമന്ദഹാസം ആ വൃദ്ധന്റെ മുഖത്ത് തെളിഞ്ഞു. യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ രാഹുൽ രമേശിനോട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ആ ക്ഷേത്രം വരെ ഒന്നു പോകും. മോന്തിയായാലേ അങ്ങോട്ടാരും പോവൂല. രമേശ് പറഞ്ഞത് കേട്ടില്ലെന്ന ഭാവത്തിൽ രാഹുൽ സ്വയമെന്നോണം പറഞ്ഞു, ആ ഘോരശിവനെ ഒന്ന് കാണണം. അപ്പോൾ അയാളുടെ മുഖത്ത് ചിരപുരാതനമായ മറ്റെന്തോ ഭാവമായിരുന്നു. ലാൽ വണ്ടിയോടിക്കൂ, ഞാൻ കുറച്ചുനേരം ഒന്ന് കണ്ണടച്ചിരിക്കട്ടെ. താക്കോൽ ലാലിന്റെ നേരെ നീട്ടി രാഹുൽ പറഞ്ഞു. 3. കേളുകുടെ മുഴുവൻ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി വലിയ കുന്നുപോലെയായി. മനുഷ്യരെല്ലാം അതിനകത്ത് ശ്വാസം കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. മരണത്തിന്റെ കൈകളിൽ പിടയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ, പ്രായമായവരുടെയും സ്ത്രീകളുടെയും അവസാനമില്ലാത്ത വലിയ നിലവിളികൾ. നിർത്ത്, രാഹുൽ അലറി. അയാളുടെ പരന്ന നെറ്റിയിലൂടെ താഴോട്ട് വിയർപ്പ് ചാലുകൾ ഒഴുകി. ഒരു ഞെട്ടലോടെ ലാൽ കാർ അരുകു ചേർത്ത് നിർത്തി. എന്താ രാഹുൽജി, എന്തുപറ്റി? അയാൾ വെപ്രാളത്തോടെ ചോദിച്ചു. രാഹുലിന്റെ മുഖം വിളറി വെളുത്തിരുന്നു. ഓ, ഒന്നുമില്ല, ഞാനൊരു ദുസ്വപ്നം കണ്ടു. മുഖം ഒന്ന് കഴുകി വെള്ളം കുടിക്കൂ. ലാൽ വാട്ടർ ബോട്ടിൽ രാഹുലിന് നേരെ നീട്ടി. അയാൾ പുറത്തിറങ്ങി വെള്ളം കുടിച്ച് കർച്ചീഫ് കൊണ്ട് മുഖം തുടച്ചു. ബോട്ടിൽ തിരിച്ചുകൊടുത്ത് രാഹുൽ പറഞ്ഞു, ഇനി ഞാൻ ഓടിക്കാം. ഫ്ളാറ്റിലേക്കുള്ള പാത തിരിയുന്നിടത്ത് വണ്ടി നിർത്തി രാഹുൽ ലാലിനോട് ചോദിച്ചു, നിനക്ക് നിന്റെ അമ്മയെ കാണണ്ടേ? ഓരോ നിമിഷവും അമ്മയ്ക്കടുത്തെത്തണം എന്നാഗ്രഹിച്ചു നടക്കുന്ന ലാൽ ഉടൻ പറഞ്ഞു, വേണം. പോയിട്ടു വരൂ, രാഹുൽ തുടർന്നു. അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഫ്ളാറ്റിൽ വന്ന് അതെടുത്തോളൂ. അപ്പോൾ രാഹുൽജി ഒറ്റയ്ക്കാണോ സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകുന്നത്? ലാൽ ചോദിച്ചു. ഒറ്റയ്ക്കല്ലല്ലോ, ഭൂതഗണങ്ങളില്ലേ? രാഹുൽ ചിരിച്ചു. അയ്യോ, അത് വേണ്ട, ഞാനും വരാം കൂടെ. വേണ്ട ലാലേ, ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകും. അത് ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വഴിപാടുമാണ്. രാഹുലിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു.
സൂക്ഷിക്കണം, അവിടെ ഇഴജീവികളും മറ്റും ധാരാളമുള്ളതാണ്, ലാൽ ഓർമ്മിപ്പിച്ചു. അഘോരശിവനുമുണ്ടല്ലോ. രാഹുൽ പതിവില്ലാത്ത വിധം ഉച്ചത്തിൽ ചിരിച്ചു. 4. വൈകുന്നേരം നാട്ടിലേക്കുള്ള തീവണ്ടിയിലിരിക്കുമ്പോൾ ലാൽ രാഹുലിനെ ഓർത്തു. ക്ഷേത്രത്തിലേക്ക് വാശി പിടിച്ച് ഒറ്റയ്ക്ക് പോകുന്നത് എന്തിനാവാം? അകാരണമായ ഒരു ഭയം ലാലിന്റെ ഉള്ളിൽ തലപൊക്കി. 2-3 തവണ രാഹുലിനെ മൊബൈലിൽ വിളിച്ചിട്ടും കിട്ടിയില്ല. പരിധിക്ക് പുറത്താണ്. രാത്രി വൈകിയാണ് ലാൽ വീട്ടിലെത്തിയത്. അമ്മ ഉറക്കമൊഴിച്ച് ആഹാരവും വിളമ്പിവെച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വലിവ് അല്പം കുറഞ്ഞ പോലുണ്ട്. വലിയ സന്തോഷത്തിലാണ്. അമ്മ ലാലിന് ഏറെ ഇഷ്ടമുള്ള പുളിങ്കറിയുണ്ടാക്കി വച്ചിരുന്നു. രുചിയോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, ഞാനിന്ന് നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ പോയിരുന്നു. അഘോരശിവനല്ലേ? പഞ്ചമുഖങ്ങളിൽ ഏറ്റവും സൗമ്യമുഖമാണ് അഘോരശിവനെ. ഇന്ന് കന്നിമാസത്തിലെ ചതുർദശിയല്ലേ, ശിവന്റെ പുണ്യദിവസം. പെട്ടെന്ന് എന്തോ ഓർത്ത് ചോറ് തൊണ്ടയിൽ കുടുങ്ങി ലാൽ ചുമച്ചു. വെള്ളം കുടിക്കുമോനെ? എന്താ, എന്തോ വേണ്ടാത്തതോർത്തു ഇല്ലേ? ലാൽ രാഹുൽ മത്തായിയെ ഓർത്തു. കേളുകുടയിലെ മനുഷ്യരെ ഓർത്തു. അവിടുത്തെ ക്ഷേത്രത്തിലെ ഭൂതഗണങ്ങളെ ഓർത്തു. അഘോരശിവനെ ഓർത്തു. സൗമ്യനായ ശിവൻ അതിലും സൗമ്യനായ രാഹുലിനെ കാത്തുകൊള്ളുമെന്ന് ലാൽ സമാധാനിച്ചു. എങ്കിലും ആ രാത്രി അയാൾ ഉറങ്ങിയില്ല. അമ്മ ശാന്തയായി ഉറങ്ങുന്നത് കണ്ട് അയാൾ ഇരുട്ടിൽ കണ്ണു തുറന്നു കിടന്നു. ഇതോടുകൂടി എം ചന്ദ്രപ്രകാശ് എഴുതിയ കേളുകുടേ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.